ബുച്ചി ബാബു ഫന സംവിധാനം ചെയ്ത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ പേരൊക്കെ നിത്യപരിചിതമായ പേരാണെന്ന് തോന്നുന്നു. എനിക്ക് പരിചിതമല്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പുള്ളി ദേശീയ അവാർഡ് വിന്നറാണെന്ന് തോന്നുന്നു. വേറെ പടങ്ങളൊക്കെ ഞാൻ പുള്ളിയുടെ പടമൊന്നും കണ്ടിട്ടില്ല. രാം ചരണിൻ്റെ നായകനായ ചിത്രമാണ് പെടി എന്ന് പറയുന്ന ചിത്രം. അപ്പം രാം ചരൺ എന്ന് പറയുന്ന ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ആ പടത്തെ അപേക്ഷിച്ച് ഒരു മികച്ച പടമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിന് ഉള്ളൊരു പ്രത്യേകത ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. ഈ ചിത്രം വിലയിരുത്തുമ്പോൾ, ഈ തെലുങ്ക് പടമാണ്, ഈ ചിത്രം വിലയിരുത്തുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു ബോധമനസ്സുണ്ട്. അതുപോലെ മലയാളി എന്ന് പറയുന്ന ബുദ്ധിയുള്ളവരാണെന്നാണ് പൊതുവെ വെക്കുന്നത്. പക്ഷേ മലയാളികൾ ഈ പണം കയറി കണ്ടതിന് ശേഷം ഇതെന്തോടെ കാണിച്ചു വെച്ചേക്കുന്നത്, ഭൂലോക കത്തി, എന്ത് കത്തിയായി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാനാണെങ്കിൽ നമ്മൾ ഈ പടത്തിന് പോകേണ്ട കാര്യമില്ല. കാരണം ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചിത്രത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. കാരണം ഒരു മലയാള കൊല്ലത്തിലെ നായകൻ ഒരു 10 പേരെയൊക്കെ ഇടിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നത് നമ്മൾ സമ്മതിച്ചു കൊടുക്കും അല്ലേ. പക്ഷേ ഒരു 100 പേരെയൊക്കെ ഒരു മലയാള പടത്തിലെ നായകൻ മമ്മൂട്ടി ആയാലും മോഹൻലാലായി ഇടിച്ച് തെറിപ്പിക്കുന്നത് നമ്മൾ അന്നേരം പറയും കത്തി എന്ന് പറയും. പക്ഷേ ആ സ്ഥാനത്ത് വിജയോ രാം ചരണോ അതുപോലെ വേറെ ആരെങ്കിലുമോ പ്രഭാഫോ ഒക്കെ അടിച്ചിടുവാണെങ്കിൽ നമ്മൾ പറയും ഓ വാവ് എന്ന് പറയും. അതാണ് നമ്മളുടെ ഒരു സ്ഥായിയായ ഭാവം. അപ്പോൾ അന്യഭാഷയിൽ നമ്മൾ എന്ത് കണ്ടാലും അത് ബ്രില്യൻ്റ്, അടിപൊളി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ കാണാൻ പോകുമ്പം ഏത് പടത്തിനാണ് കാണാൻ പോകുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോട് വേണം നമ്മൾ കാണാൻ പോകാം. കാണാൻ പോയതിന് ശേഷം നമ്മൾ വന്ന് പറയുക ഇത് ഭൂലോക കത്തിയ, ഇങ്ങനൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാര്യം സിനിമയെന്ന് പറയുന്നത് നടക്കാത്ത കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ കാണാൻ പോകുമ്പം ലോജിക്ക് വളരെ കുറവായി. മലയാളത്തിൽ കാണുന്ന ലോജിക്കൊന്നും കാണത്തില്ല. ഇത് എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ള എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു പടം ആയിട്ട് കണ്ടാൽ മതി. അതുപോലെ ആദ്യ പകുതിയിൽ രണ്ടാം പകുതിയെ അപേക്ഷിച്ച് ആദ്യ പകുതി വളരെ മോശപ്പെട്ട അഭിപ്രായം എനിക്ക് തോന്നിയത്. എന്നാലും കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു ചിത്രമാണ്. പിന്നെ എല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. സ്പോർട്സ് ആക്ഷൻ ഡ്രാമ വിവാദത്തിൽപ്പെടുന്ന ചിത്രമാണെന്ന് പറയും. നമ്മൾ ആ വിവാദത്തിൽപ്പെടുന്ന ഒത്തിരി ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കപിൽ ദേവിനെ നായകനാക്കിയുള്ള ചിത്രം കണ്ടിട്ടുണ്ട്, ധോനി നായകനാക്കി, സച്ചിൻ, അങ്ങനെ പലരെയും നായകനാക്കിയുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. മലയാളത്തിൽ തന്നെ നമ്മൾ സ്പോർട്സ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട 1983 കഥ പറഞ്ഞ നമ്മുടെ നിവിൻ പോളി നായകനായ ചിത്രം. ആ കുട്ടി ക്രിക്കറ്റ് പഠിപ്പിക്കാൻ വേണ്ടി, സ്വന്തം മകനെ ക്രിക്കറ്റ് പഠിപ്പിക്കാൻ വേണ്ടി പിതാവ് നടത്തുന്ന ആ പോരാട്ടത്തിൻ്റെ കഥ 1983 നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ സ്പോർട്സുമായിട്ട് ബന്ധം. പക്ഷേ ഇതിനകത്ത് സ്പോർട്സ് എന്ന് പറയാൻ വയ്യ, ക്രിക്കറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ നായകൻ ഗുസ്തിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു രണ്ടാം പകുതിയിൽ ആ ഗുസ്തിയൊക്കെ അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗുസ്തി മുഖ്യ പ്രമേയമായിട്ട് വന്ന് ചിത്രം എടുത്തിരുന്നെങ്കിൽ അല്പം കൂടെ ക്ലിക്കായേനെ എന്ന് എനിക്ക് തോന്നി. അതാണെങ്കിൽ അടിപൊളി ഒരു സാധനമായിട്ട് മാറിയേനെ. ഇത് ഒരു അവിയൽ പരുവത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന രാം ചരണിൻ്റെ കഴിഞ്ഞ ചിത്രത്തിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പ്രകടനം ഇത് കാഴ്ചവെക്കും. ഇത് വിജയിക്കാൻ സാധ്യതയുള്ള ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ പറയത്തില്ലേ, മലയാളികളെ സംബന്ധിച്ച് എല്ലാ സാധനത്തിലും ഇടിച്ചു കയറി കാണും. കണ്ടതിന് ശേഷം വന്ന് പറയും ഓ കത്തിയ കൊള്ളത്തില്ല. ഇടയിൽ കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ. ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ, ഈ ചിത്രത്തിൻ്റെ രീതി, ട്രെയിലറും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പൊതുവെ അറിയാം ഇതിങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ. ഇപ്പം ബാഹുബലി എന്ന് പറയുന്ന ഈ ചിത്രം നമ്മൾ ബ്രില്യൻ്റാണ് മറ്റേതാണെന്ന് പറഞ്ഞ് ഇത് മലയാളത്തിൽ വന്ന് അവതരിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ പറയുന്നത് മഹാകത്തിയ എന്ന് പറയുന്നത്, നമ്മുടെ മലയാള നായകന്മാരെ വല്ല ആയിരുന്നെങ്കിൽ മഹാകത്തിയ, ഇങ്ങനെ നടക്കത്തേ ഇല്ലെന്നൊക്കെ പറഞ്ഞേനെ. അതാണ് അവസ്ഥ. അപ്പം ഈ പടം പൊതുവെ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. എന്നാലും എന്താ പറയുന്നത്, ബ്രില്യൻ്റ് ആണെന്നൊന്നും പറയാനില്ല. പിന്നെ ഒരു തെലുങ്ക് പടം കാണുന്നു എന്നുള്ള ബോധത്തോടെ നമ്മൾ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ ശിവരാജ് കുമാറാണ് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ തമിഴ് പടത്തിൽ, തെലുങ്ക് തമിഴ് പടങ്ങളിൽ സ്ഥിരമായിട്ട് കാണുന്നത് കഥയുമായിട്ട് ബന്ധമില്ലാത്ത നായിക വരും. നായികയും കഥയായിട്ട് യാതൊരു ബന്ധമില്ല അല്ലേ. നമ്മൾ ഈ പിരിഞ്ഞ പാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ വല്ലാത്ത പിരിഞ്ഞു കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ യാതൊരു ബന്ധമില്ലാതെ നിൽക്കും. ആ രീതിയിലാണ് ഈ മിക്കവാറും പടങ്ങത്തിലെ നായിക വേണമെന്ന് വിചാരിച്ചിട്ട് നായിക കൊണ്ടുവരും. നായിക എന്ന് പറയുന്നത് എന്താ പറയുന്നത്, നായികക്ക് അഭിനയിക്കാനൊന്നും പ്രാധാന്യം കാണത്തില്ല. നായികയുടെ മറ്റു പല കാര്യങ്ങൾക്കുമാണ്
ഈ ക്യാമറയൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറ കണ്ണുകൾ അതൊക്കെയാണ് ഒപ്പിയെടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ജാൻവി കപൂർ അല്ലേ, ജാൻവി കപൂർ എന്ന് പറയുന്ന നായിക, അവരുടെ ശരീരം കാണിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അതിൽ എന്തുമാത്രം വിജയിച്ചു എന്ന് പ്രേക്ഷകരുടെ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാവും. ഏതായാലും ഈ കുറച്ച് അതിനു വേണ്ടി ഒരു പ്രേമരംഗം, കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ AR റഹ്മാനാണ് ഇതിൻ്റെ സംഗീതം കൊടുത്തത്. AR റഹ്മാനെ പോലുള്ള ഒരാളുടെ സംഗീതം എന്ന് പറയുമ്പം നമുക്ക് വലിയ ബ്രില്യൻസ്, ഭയങ്കര മഹത്തരമൊന്നും പറയാനില്ല. മറ്റു AR റഹ്മാൻ്റെ പല AR റഹ്മാൻ സംവിധാനം ചെയ്ത പല ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആവറേജിന് പ്രകടനം കാഴ്ചവെച്ച, പിന്നെ തമ്മിൽ ഭേദം AR റഹ്മാൻ്റെ സംഗീതം എന്നും പറയേണ്ടി വരും. അല്പം ആശാഹം AR റഹ്മാൻ്റെ സംഗീതം എന്ന് പറയാം. പക്ഷേ ഈ മഹത്തരമാണോ എന്ന് ചോദിച്ചാൽ മഹത്തരമൊന്നുമില്ല, ആവറേജ് നിലവാരം പുലർത്തി എന്ന് പറയാം. ഒരുപക്ഷെ AR റഹ്മാൻ്റെ സംഗീതത്തിൽ ഒരുപടി താഴെ നിൽക്കുന്നു എന്ന് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം. അതുപോലെ രാം ചരൺ എന്ന് പറയുന്ന നായകൻ, ഒരു കാര്യം ഉറപ്പുണ്ട്, ഇതിനു വേണ്ടി അപാരമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഹാർഡ് വർക്കും പേഴ്സണാലിറ്റി ആയിട്ട് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ പരമാവധി ഇതിനകത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. കാരണം ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി. കാരണം എന്താ പറയുക, ആ നായകൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. പിന്നെ തെലുങ്ക് കഥ പറയുമ്പോൾ ഉള്ള ചില ഇമോഷനും, അതുപോലെ പ്രേമം വേണം, പാട്ട് വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വരുമ്പം അതെല്ലാം കൂടെ അങ്ങോട്ടും ഇല്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാല് വിരിയുന്നവരായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ദൈർഘ്യം 3 മണിക്കൂറോളം ഈ ചിത്രത്തിന് ദൈർഘ്യമുണ്ട്. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടൊരു സിനിമ കഥ പറയുന്ന ഇതെന്ന് പറയുന്നത് ഒരു 2-2.25 മണിക്കൂർ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പടവുമായിട്ട് നമ്മൾ കണക്റ്റ് ആയെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബോറായിട്ട് വരും. പിന്നെ ഈ 3 മണിക്കൂർ എന്നൊക്കെ പറയുമ്പം ഭയങ്കര പ്രശ്നമായി മാറും. ആ അവസ്ഥയിലേക്ക് പടം മാറി. ഈ ദൈർഘ്യം കൂടുന്തോറും നമുക്ക് പടവുമായിട്ട് കണക്ഷൻ വിട്ടുപോകും. അത് ഈ ചിത്രത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞാലും മറ്റു തെലുങ്ക് പടങ്ങളിലൊക്കെ അപേക്ഷിച്ച് വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഈ റിവ്യൂ പറയുമ്പം ഭയങ്കര കത്തി എന്നൊക്കെ പറയുമ്പോൾ ഞാനതാ പറഞ്ഞത്, ഇങ്ങനെ പറയണമെങ്കിൽ ഞാൻ ഈ തെലുങ്ക് പടമല്ല കാണാൻ പോയത് എന്നുള്ള ഉദ്ദേശത്തിൽ, ഞാൻ എൻ്റെ ബുദ്ധിക്ക് എന്തോ സ്ഥിരത ബാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് പോയി കണ്ട ചിത്രമായിരിക്കണം അല്ലേ. കാരണം എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് ബോധമുണ്ട് ഞാനൊരു തെലുങ്ക് പടമാണ് കാണാൻ പോകുന്നത്, അതും രാം ചരണിൻ്റെ ചിത്രമാണ് കാണാൻ പോകുന്നതെന്നൊക്കെയുള്ള സാമാന്യ തത്വം അനുസരിച്ചാണ് ഞാൻ പടം പോയി കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് റിവ്യൂ പറയുക, പുലവ് കത്തി ഒരു കാര്യം കാണരുത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഈ ചിത്രം തെലുങ്കിലൊക്കെ ഹിറ്റാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. രാം ചരണിൻ്റെ മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റ് ചിത്രം ഗെയിം ചേഞ്ചർ എന്ന ചിത്രമായിരുന്നു. അത് പുലവ് കത്തിയായിരുന്നു. അതിനേക്കാൾ കൊള്ളാമെന്ന് തോന്നുന്നു. ഈ ബാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന നടനെയൊക്കെ നമ്മൾ കണ്ടിട്ടേ എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയാണ് പുള്ളിയുടെ പടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഊറച്ചിരിക്കാനേ. ഞാൻ പക്ഷേ ടി വിയിലൊക്കെ കാണുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കും. കാരണം ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ എന്താ പറയുന്നത്, എന്താണ് അതിനകത്ത് നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ലതായി. അതാണ് ഈ ചിത്രങ്ങളിലെ ഒരു പ്രത്യേകത. എന്നാലും താല്പര്യമുള്ളവർ പോയി കാണുക, കണ്ടൊരു അഭിപ്രായം പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.